പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ഓരോ സംഭവങ്ങൾ ഓരോ ദിവസം നടക്കുമ്പോൾ ഏതെങ്കിലും വിധേന നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് പ്രതികരിച്ചു പോകും. സാമാന്യ ബുദ്ധിയുള്ളവരൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചിന്തിക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് അല്പനേരം ചിന്തിക്കാനിട വന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാതെ. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ച് സിനിമ നടനായ കൊല്ലം തുളസി നടത്തിയ ഒരു പ്രസംഗത്തിന്റെ വീഡിയോ. അദ്ദേഹം ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ഓമനിച്ച് വളർത്തിയ മകൾ പോലും സംരക്ഷിക്കാത്ത, ഭാര്യ നോക്കാത്ത, വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്? പ്രിയമുള്ളവരെ, മിസ്റ്റർ ഷാജൻ സ്കറിയ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പം ജസ്റ്റ് ആ കമൻറ്റ് സെക്ഷനിലേക്ക് നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് കമൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വളരെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു റിജി വർഗീസ് എൻ്റെ പ്രൊഫൈൽ ഒന്നിനാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയ ചേച്ചി ഞങ്ങളുടെ ഓഫീസ് സൂപ്രണ്ടായിരുന്നു. അവർക്കും ഒരുപാട് പറയാനുണ്ടാകും. ഒരു അവസരം കൊടുക്കണം. അതെ, ഈ ഒരു കമൻറ്റിനോട് ഞാനും യോജിക്കുന്നു. അവർക്കും പറയാനുണ്ടാകും. പണ്ട് എപ്പോഴോ ഈ കൊല്ലം തുളസിയുടെ ഭാര്യയുടെ ഒരു ഇത് ഞാനും വായിക്കാനിട വന്നിട്ടുണ്ട്. അവർക്കും പറയാനുണ്ട്. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ അവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നും തന്നെ ഇപ്പോൾ കിട്ടുന്നില്ല. ഗൂഗിളിലാണേലും യൂട്യൂബിലാണേലും നോക്കിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇപ്പോൾ കാണുന്നില്ല. ഒക്കെ ഡിലീറ്റായി കളഞ്ഞിട്ടുണ്ടാകും, അല്ല ഏതെങ്കിലും വിധേന നഷ്ടപ്പെട്ടതായിരിക്കാം. എനിവേ, ഇപ്പോൾ കൊല്ലത്തെ തുളസിയാണെങ്കിലും മുറ്റത്തെ തുളസിയാണെങ്കിലും ആരെങ്കിലും ഒക്കെ കുട്ടികൾ, മക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നെങ്കിൽ അതിൻ്റെ തക്കതായ കാരണമുണ്ട്. പച്ച സാധുവായ ഒരു മനുഷ്യൻ, യാതൊരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനും നിർമ്മലനുമായ ഒരു മനുഷ്യനെ ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് പോയി എന്ന് വരുമോ? അപ്പം ഇതുപോലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്ക് രണ്ട് വശമുണ്ടാവും തീർച്ചയായിട്ടും. ഒരാളുടെ സൈഡ് മാത്രം കേട്ടാൽ പോരാ. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സുഖിക്കുവാണെന്നൊക്കെ ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അവരും ജീവിക്കണ്ടേ? ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റം എന്തായിരുന്നു, ആ വീട്ടിലെ അവസ്ഥ എന്തായിരുന്നു, നമുക്ക് ആർക്കെങ്കിലും അറിയുമോ? ഒരാളുടെ മാത്രം വശം കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? പ്രത്യേകിച്ച് ഒരു വ്യക്തി ജീവിതത്തിൽ ഒരാളുടെ വശം മാത്രം കേട്ടാൽ മതിയോ?